ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ 2-3 ടൈപ്പ് റെസിപ്പീസ് ഡ്രീം കേക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു ഹണി കേക്കിൻ്റെ റിയൽ ടേസ്റ്റാണ്, ഹണി കേക്കിലെ ഡ്രീം കേക്കിൻ്റെ റിയൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ ഇത്ര ടേസ്റ്റിയും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള കേക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യണത് സ്പഞ്ചിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഫ്ലോർ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണുണ്ട്. ഇത് ഒരു 1 kg റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യണത്. അതിവിടെ അരിച്ചു മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ ബട്ടർ മിൽക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് വരെ ഒന്ന് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഒരു എഗ്ഗാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളൂ. 1 kgക്ക് 1 എഗ്ഗ് ആവശ്യമുള്ളൂ. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഞ്ചസാര എഗ്ഗ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. ഷുഗറെല്ലാം ഒന്ന് മെൽറ്റ് ആവണം. അതുപോലെ തന്നെ ഓയിലും ഷുഗറും എഗ്ഗും എല്ലാം ഒരു മിക്സായി വന്നതിൻ്റെ ശേഷം മാത്രമേ ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ 1-2 സ്പൂണുകളായിട്ട് ഇട്ട് കൊടുക്കുക. 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1 എഗ്ഗൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ബീറ്ററിൽ ആക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 5 ഇഞ്ചിൽ തന്നെ ഉള്ള 2 പാത്രത്തിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ 7 ഇഞ്ചിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും കുറച്ചുകൂടി 1/2 കപ്പിൽ നിന്നും കുറച്ചുകൂടി എടുത്ത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 1/2 കപ്പ് ഫുള്ള് വേണ്ട. അതൊന്നും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് കേട്ടോ. അതിന് ശേഷം 5 ഇഞ്ചിൻ്റെ 2 പാത്രത്തിലായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 1 kgൻ്റെ ഒരു പാത്രത്തിലായാലും നമുക്കിപ്പോൾ 2 കേക്കിന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 5 ഇഞ്ചിൻ്റെ 2 പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 കേക്കിന് കിട്ടും. ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയാനും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1/2 kgൻ്റെ 2 കേക്കുകളാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ഓവനിൽ 175 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് നല്ലോണം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഹോൾസാണ് ബേക്കായി വരുന്ന സമയത്ത് ഒരുപാട് ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 35 മിനിറ്റിന് മുന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഇപ്പോൾ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടിന്നിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബട്ടർ മിൽക്കെല്ലാം ചേർത്തുകൊണ്ട് തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല കാണാനും തന്നെ നല്ല ഗ്ലേസിങ് എല്ലാം വന്നിട്ടുണ്ട് കേക്കിന്. അപ്പോൾ മുകൾ ഭാഗം ക്രാക്ക് വന്നിട്ടുള്ളത് ഇത് ബേക്കായി വരുന്ന സമയത്തുള്ള ചെറിയ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കണ്ട, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ 2 കേക്കും നമുക്ക് 2 കേക്കിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാനുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഓരോ പാത്രങ്ങളിലായിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
എന്താണ് ചോക്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാൻഹുഡൻ്റെ ചോക്ലേറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡ്രീം കേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോക്ലേറ്റിന് വരുന്ന 1 kgക്ക് 655 രൂപയാണ്. ഇതിൻ്റെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടും വരുന്നുണ്ട്, പിന്നെ വൈറ്റ് ചോക്ലേറ്റും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക, എന്നിട്ട് കവർ ചെയ്തിട്ട് ഒന്നുകിൽ പുറത്ത് വെക്കാം. എപ്പോഴും ചിലവുള്ളവരാണെങ്കിൽ പുറത്ത് വെച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടോ, ചോക്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന് തന്നെ. ഇതിൻ്റെ തന്നെ ഡാർക്ക് എടുത്താലും ഡാർക്കിനാണെങ്കിലും നല്ല ഗ്ലേസിങ് ഉണ്ട്, വൈറ്റിനാണെങ്കിലും നല്ല ഗ്ലേസിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡാർക്ക് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യണം. അതുപോലെ മിൽക്ക് കോമ്പൗണ്ടിൽ നിന്നും ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്, ഡാർക്കിൽ നിന്നും ആവശ്യത്തിനുള്ള എടുക്കുകയാണ്. എല്ലാം ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിനൊന്ന് ഗണേശാക്കി മാറ്റിയെടുക്കണം. ഇതൊന്നും കണ്ടോ നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട്. അപ്പോൾ 3 ചോക്ലേറ്റിൽ നിന്നും പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3ൽ നിന്നും നമുക്ക് ഗണേശ ആവശ്യമുണ്ട്, വൈറ്റും മിൽക്കും അതുപോലെ തന്നെ ഡാർക്കും. അപ്പോൾ ഇതിലിപ്പോൾ നോർമൽ ചോക്ലേറ്റ് യൂസ് ചെയ്യണില്ല, എല്ലാം നമ്മളിപ്പോൾ ഈ ഒരു വാൻഹുഡൻ്റെ ചോക്ലേറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു 1/4 കപ്പോളം ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഗണേശാക്കി മാറ്റണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു 1/4 കപ്പിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം വേണ്ട കേട്ടോ, വിപ്പിംഗ് ക്രീം തന്നെ മതി. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് 3 കോമ്പൗണ്ടിനെ ഒന്ന് ഇതേ അളവിൽ തന്നെ ആക്കിയിട്ട് വേണം എടുക്കാൻ. അതായത് 1 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ അതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ്, 1/2 കപ്പ് എടുത്താലും മതി കേട്ടോ. 1/4 കപ്പല്ല 1/2 കപ്പ് എടുത്തോളൂ വിപ്പിംഗ് ക്രീം. എന്നിട്ടൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യാം. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ നടന്ന് കഴിക്കൂട്ടെ. കണ്ടോ മോന് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഈ ചോക്ലേറ്റ് എവിടെ ഇരിക്കണം കണ്ടാലും അതിൽ നിന്ന് പീസ് എടുത്തിട്ട് പോകട്ടെ. നല്ല ടേസ്റ്റാണ്, ഒരു ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റാണ് ചോക്ലേറ്റിന് വരുന്നത്. ഇനി ഇതാ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇതിൽ ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല, ബട്ടറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം, ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ വൈറ്റും ഇവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഡാർക്കും മെൽറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വൈറ്റ് കോമ്പൗണ്ടാണ്, ഇതിനെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ, കട്ട് ചെയ്ത് വന്നപ്പോൾ ഉള്ളത് നല്ലൊരു ഗ്ലേസിങ് ആണ് ഈ ഒരു വൈറ്റ് കോമ്പൗണ്ടിനും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹെസൽനട്ട് ഇതിൽ ഉള്ളിൽ നട്ട്സായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹെസൽനട്ടാണ്. അപ്പോൾ ഈ ഹെസൽനട്ടും ഈ ഒരു കറി ഉണ്ടാക്കുന്ന കടലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹെസൽനട്ട് വേറെയാണ്, കടല വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കടല ഞാൻ വെള്ളത്തിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നീട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കടല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഹെസൽനട്ടും കടലയും ഒരേപോലെയാണ് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവില്ല, അറിയാത്തവർക്കൊക്കെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് കടലയാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഹെസൽനട്ട് ഇതാ ഇതുപോലെയാണ് ഇരിക്കുക. ഇത് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. റോസ്റ്റ് ചെയ്തതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടലയാണെന്ന് വിചാരിച്ച് കടല റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഹേസൽനട്ടും കടലയും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചതാണ്. പിന്നെ ഹേസൽനട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, അധികം നാൾ പുറത്ത് വെക്കരുത്, പെട്ടെന്ന് അത് കാര ടേസ്റ്റാണ് വരിക. അപ്പോൾ ഹേസൽനട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുന്നതും ഉള്ളിൽ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ കേടില്ലാതെ വെക്കാം. പുറത്താണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ തണുത്തു പോയാൽ പിന്നെ നമുക്ക് വീണ്ടും റോസ്റ്റ് ചെയ്യാം. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്താലും ആ ഒരു ടേസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതാ 3 ചോക്ലേറ്റും ഞാനിവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 1/2 kgക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിനുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പഞ്ചിനെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതാണ്. ആ മുകൾ ഭാഗം പൊങ്ങി വന്നിട്ടുള്ളത് കണ്ടോ, കുറേ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ഡോട്ട്സ് എങ്ങനെ ആയാലും വരും, എയർ കടന്നിട്ടാണ്. ഇനി ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ആവശ്യമുള്ളതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ഗണേഷിൽ നിന്നും കുറച്ച് ഇതിലേക്ക് മിൽക്ക് ഗണേഷിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ വെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ആ ഒരു കേക്കിലേക്ക് വരും, സ്പഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കണതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തുകൊണ്ടാണ് വൈറ്റ് കളർ വന്നിട്ടുള്ളത്. അതൊക്കെ മുന്നേ വീഡിയോയിലും വ്ളോഗിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു സിറപ്പ് വെച്ചിട്ട് ഇതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ സോക്ക് ചെയ്യണം. സോക്കിങ് കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പഞ്ച് കഴിക്കുന്ന ടൈമിൽ നമുക്കൊരു ഡ്രൈ ആയ പോലെയാണ് തോന്നുക. ഈ ഒരു കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അലിഞ്ഞു പോകണം. നട്ട്സ് മാത്രമേ ഉള്ളിൽ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. അതങ്ങനെ അങ്ങോട്ട് സ്മൂത്തായിട്ട് വായിൽ നമുക്കിങ്ങനെ അലിഞ്ഞു പോണ രീതിയിലാണ് കേക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്യാവശ്യം വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില ടിന്നുകൾക്ക് ഇതിന് ലീക്ക് വരുന്നുണ്ട് കേട്ടോ. ചില ടിന്നുകൾ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫ്രിഡ്ജിൽ ചിലപ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ലീക്കായിട്ട് പോണത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി കേട്ടോ എല്ലാ ടിന്നിലും. അപ്പോൾ ഇതൊന്ന് വെറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള മോസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ മോസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക കേട്ടോ. ബീറ്റ് ചെയ്തതിൽ നിന്നും കുറച്ച് എടുത്താൽ മതി. നമുക്കൊരു ചെറിയ ഒരു സ്പാച്ചില മതി കേട്ടോ. ചെറിയൊരു സ്പാച്ചില ക്രീം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഗണേഷ് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരണം. നമ്മൾ ഗണേഷ് ചേർത്തിട്ടുള്ള ക്രീമിൻ്റെ അതിനേക്കാളും കുറച്ചുകൂടി വേറൊരു കളറായിട്ടാണ് ശരിക്കും വരേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് കോമ്പൗണ്ട് ചേർത്താലേ ആ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണുണ്ട്. അപ്പോൾ ഇത് ലൂസാക്കി എടുക്കാൻ കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിന് ഉള്ളിലെല്ലാ ക്രീമുകളും സോഫ്റ്റായിട്ട് ഇങ്ങനെ കുറച്ചൊരു മെൽറ്റായ രീതിയിലാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഗണേഷ് ആക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊരു കട്ടിയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഗണേഷ് അങ്ങനെയാണല്ലോ. ചോക്ലേറ്റ് വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഗണേഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കട്ടിയായിട്ട് പോകാറുണ്ട് ക്രീം. അപ്പോൾ ഇതുപോലെ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്തും ഇത് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ. എന്നിട്ട് ആ ക്രീം സെക്കൻഡ് ലെയർ കൊടുത്തു. എന്നിട്ട് അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലെവൽ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കുക. എല്ലാ ഭാഗവും ഒരേ ലെവലിലാക്കി എടുക്കുക. അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ഗണേഷാണ് കൊടുക്കുന്നത്. മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഗണേഷ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതൊരു ലെയറായിട്ട് തന്നെ വേണം. കുറച്ച് മാത്രമല്ല, കുറച്ചൊരു ലെയറായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു ലെയറായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ നട്ട്സിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സായിട്ട് ഹെസൽനട്ടാണ്. അപ്പോൾ ഹെസൽനട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹെസൽനട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടല അല്ല, അതൊരു ഹെസൽനട്ട് ഒരു നട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ പിന്നെ ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡ്രീം കേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ ഷോപ്പിലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഹെസൽനട്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാനിതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഹേസൽനട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും, അതൊന്ന് ഉള്ളിലോട്ട് താഴ്ത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിനൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ സെറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ ഇവിടെ പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നാലാമത്തെ ലെയറായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടല്ല, ഗണേഷാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിന്നായിട്ടുള്ള ഒരു ലെയറാണ് കൊടുക്കുന്നത്. നല്ലോണം കട്ടിയിൽ വേണ്ട, തിന്നായിട്ട് മതി. എന്നിട്ട് അതിനെ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടുള്ള ലെയറാണ് വരുന്നത്.
അതായത് 5ാമത്തെ ലെയറാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എല്ലാ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പിയിലെല്ലാം പൊട്ടിച്ചെടുക്കണ ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് ചെയ്യണ ആ ഒരു റെസിപ്പിയാണ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ടോപ്പ് ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ചോക്ലേറ്റ് ഗണേഷും മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് 3 ഗണേഷും മിക്സ് ചെയ്തിട്ട് അതാണ് ടോപ്പിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഡാർക്ക് കോമ്പൗണ്ട് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വനൂഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ഭയങ്കര കയ്പ്പാണ് കേട്ടോ. ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ തന്നെ നല്ല കയ്പ്പ് ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ചിലവർക്കൊന്നും ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഒരു കയ്പ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഏറ്റവും ടോപ്പിലുള്ള ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഗണേഷ് സെറ്റായതിൻ്റെ ശേഷമാണ് ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ലെയർ കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത് കുറച്ചൊരു കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. നല്ലോണം കട്ടി വേണ്ട, എന്നാലും കുറച്ച് ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ആവാതെ ഇതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ നനവ് കാരണം കൊക്കോ പൗഡർ പെട്ടെന്ന് അതെന്താ പറയുക ഈർപ്പം വന്നു പോകും. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിൻ്റെ ശേഷം മാത്രമേ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് കൊക്കോ പൗഡർ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലവർക്ക് ഇതിങ്ങനെ കഴിക്കുമ്പോൾ വായിൽ ഒട്ടി പിടിച്ച് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. കൊക്കോ പൗഡർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. ഇനി ഇതിൽ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സൈഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ കേക്കിൻ്റെ ഡ്രീം കേക്കിൻ്റെ പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോപ്പിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ലോഗോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കഴിക്കുമ്പോൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് ടൈം സെറ്റ് ആവുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ടോപ്പ് ഭാഗം സെറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. സോഫ്റ്റ് അല്ല, നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു കേക്ക് വേണ്ടത് കേട്ടോ. ഉള്ളിലെല്ലാം അതുപോലെ കിട്ടണം കഴിക്കണ സമയത്ത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് സെറ്റ് ആയതിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്കിപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് പോട്ടെ. ആ ഒരു സ്പോഞ്ചൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് വരുന്നത്. സ്പോഞ്ചൊക്കെ വായിലിങ്ങനെ സ്പോഞ്ചാണ് കഴിക്കണമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കേക്കിൻ്റെ ആ ചോക്ലേറ്റ് കേക്കാണ് കഴിക്കണമെന്നൊന്നും അറിയില്ല. അത്രയും സോഫ്റ്റായിട്ടാണ് കേക്ക് പോണത് കേട്ടോ. അപ്പോൾ കണ്ട നല്ല ഗ്ലേസിങ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലെല്ലാം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ക്രീം ഒരുപാട് ഹാർഡാക്കാതെ സോഫ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്തും സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമുക്കിങ്ങനെ കഴിക്കാനായി തോന്നും, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് ഓവറായിട്ട് ഇത് കഴിക്കാൻ കഴിയില്ല. മക്കൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എന്താ പറയുക, എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് നമ്മൾ മുന്നിലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഒരു വെനൂഡൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പി ചെയ്യണതായിരിക്കും ഒന്നുകൂടി നല്ല കേട്ടോ. കാരണം ആ ഒരു ടേസ്റ്റാണ് റിയൽ ആയിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് എല്ലാവരും ഇങ്ങനെ നമ്മൾക്ക് എൻക്വയറി വരുന്ന സമയത്ത് പ്രീമിയം ചോക്ലേറ്റിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. അത് വേണ്ടാത്തവർക്ക് നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റ് അതിൻ്റെ ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ. ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ടോപ്പ് ഭാഗം ഒരുപാട് ഹാർഡ് ആവണ്ട, അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെയാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ വരിക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് വെച്ച് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പീസായിട്ടൊക്കെ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒന്നിച്ചിട്ട് വാങ്ങിക്കണം എന്നില്ല, പീസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്